കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 5 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. റമദാനിൽ അനധികൃതമായി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നവർക്ക് കനത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള അദിൽ ഫഖ്റു വ്യക്തമാക്കി. കടകൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള ശിക്ഷയാണ് ഇതിന് നൽകുക. രാജ്യത്തെ വിവിധ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മന്ത്രിയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിലും സർക്കാർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്നും അനധികൃത വിലവർധനകൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നും എല്ലാവരും നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിൽപ്പനയ്ക്ക് മുമ്പും ശേഷവുമുള്ള വിലകൾ പരസ്യപ്പെടുത്തിയ വിലകളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നും പാർലമെന്റിൽ MP ഡോക്ടർ അലി അൽ നുഐമിയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം അവശ്യവസ്തുക്കളുടെ കടകളിലെ ലഭ്യതയും പരിശോധിക്കുന്നുണ്ട്. വിപണിയെ നീതിയുക്തമായി നിലനിർത്താനും വിലക്കയറ്റം തടയാനുമുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടികൾ കർശനമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. നിയമവിരുദ്ധ പുകയില ഉൽപ്പന്നങ്ങളുടെയും മറ്റ് ബദൽ സംവിധാനങ്ങളുടെയും വിൽപ്പന തടയുന്നതിനുള്ള കർശനമായ ശിക്ഷകൾ നിർദ്ദേശിച്ചുള്ള ഭേദഗതിക്ക് ശൂറ കൗൺസിൽ അംഗീകാരം. 2009 പുകവലി വിരുദ്ധ നിയമത്തിലെ ഭേദഗതികൾക്കാണ് ശൂറ കൗൺസിൽ അംഗീകാരം നൽകിയത്. 2023 ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ നിയമം ശൂറ കൗൺസിൽ അംഗീകാരത്തിന് ശേഷം ഹമദ് രാജാവിൻ്റെ തുടർ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഭേദഗതികൾ പ്രകാരം പുകവലി ബദലുകൾ നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്യുകയോ വിതരണം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്തതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് അവയിൽ നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും 1 വർഷം വരെ തടവും 1000 മുതൽ 1,00,000 ദിനാർ വരെ പിഴയും ലഭിക്കുന്നതാണ്. പുകയില കൃഷി ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നവരിൽ നിന്നും 2000 മുതൽ 5000 ദിനാർ വരെ പിഴ ഈടാക്കും. കായികം, സാംസ്കാരികം, സാമൂഹിക പരിപാടികൾ, പാർട്ടികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികൾ പുകയില കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നതും പരസ്യം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ ലംഘിക്കുകയോ ചെയ്താൽ കടകൾക്ക് 1000 മുതൽ 3000 ദിനാർ വരെ പിഴ ചുമത്തും. പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില വിൽക്കുന്നതോ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കാൻ അനുവദിക്കുന്നതോ കണ്ടെത്തിയാൽ കുറഞ്ഞത് 100 ദിനാർ പിഴ ഈടാക്കും. നിയമലംഘനം നടത്തുന്നവരുടെ സ്ഥാപനങ്ങൾ 3 മാസം വരെ അടച്ചുപൂട്ടാൻ കോടതിക്ക് അധികാരമുണ്ടായിരിക്കും. യൂത്ത് സ്റ്റഡി സർക്കിളുകളുടെ ആഭിമുഖ്യത്തിൽ റമദാൻ ഖുർആനിൻ്റെ പ്രകാശത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയിൽ 40ഓളം പേർ പങ്കെടുത്തു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ റമദാനിലെ ദിനങ്ങളിലെ ഖുർആൻ പഠന പാരായണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു പരിപാടിയുടെ ഉള്ളടക്കം. പങ്കെടുത്ത എല്ലാവർക്കും ഒരു ഖുർആൻ പാരിതോഷികമായി നൽകി. ഇഫ്താറിന് ശേഷം നടന്ന സംഗമത്തിൽ റിഫ സർക്കിൾ പ്രസിഡന്റ് സിറാജ് ഹൈദ്രോസ് അധ്യക്ഷനായിരുന്നു. പരിപാടി സ്റ്റഡി സർക്കിൾ കേന്ദ്ര പ്രസിഡന്റ് അജ്മൽ ഷർഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. റമദാനിൻ്റെ സവിശേഷതകൾ അദ്ദേഹം വിശദീകരിച്ചു. ജനറൽ സെക്രട്ടറി ഇജാഷ് മൂഴിക്കൽ ഖുർആൻ വിതരണവും ആശംസയും അറിയിച്ചു. റിഫ സർക്കിൾ സെക്രട്ടറി ബാസിം സ്വാഗതം പറഞ്ഞു. ഹമദ് ടൗൺ സർക്കിൾ പ്രസിഡന്റ് അബ്ദുൽ അഹദ് നന്ദി രേഖപ്പെടുത്തി. വിശുദ്ധ റമദാൻ ആത്മവിശുദ്ധിക്ക് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ റമദാൻ ക്യാമ്പയിന് തുടക്കമായി. ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കുന്ന റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ഖുർആനിൻ്റെ മഹത്വം, സൗന്ദര്യം, സന്ദേശം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഖുർആനിൻ്റെ ലീഡർ എന്ന പേരിൽ റീജിയൻ തലങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കും. കൂടാതെ ഹൽഗത്തുൽ ഖുർആൻ, മുബാസഹ പണ്ഡിത സംഗമം, സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി ഇഫ്താർ, സക്കാത്ത് ഡ്രൈവ് തുടങ്ങി നിരവധി പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലായി നടക്കും. ഇത് സംബന്ധമായി ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പരിപാടികൾക്ക് അന്തിമ രൂപം നൽകി. KC സൈനുദ്ദീൻ സഖാഫി, അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, PM സുലൈമാൻ ഹാജി, ഷാനവാസ് മദനി കാസർഗോഡ്, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ, റഫീഖ് ലത്തീഫി വരവൂർ, ഷിഹാബുദ്ദീൻ സിദ്ദിഖി എന്നിവർ സംബന്ധിച്ചു. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. KMCC ബഹ്റൈൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന പ്രവാസി വിധവ പെൻഷൻ 5ാം ഘട്ട വിതരണത്തോടെ 2024-25 വർഷത്തെ വിതരണം പൂർത്തിയായി. മുൻ ബഹ്റൈൻ പ്രവാസികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 100ഓളം ഗുണഭോക്താക്കൾക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ പെൻഷൻ തുക 3000 വീതമാണ് 5ാം ഘട്ടത്തിൽ വിതരണം നടത്തിയത്. 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെയുള്ള മാസങ്ങളിലെ പെൻഷൻ 5 ഘട്ടങ്ങളിലായാണ് നൽകിയത്. ഇതോടെ ഒരു വർഷം പോലും മുടക്കമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിഞ്ഞെന്ന് സ്നേഹസ്പർശം വർക്കിംഗ് ചെയർമാൻ PK ഇസ്ഹാഖും കൺവീനർ മുനീർ ഒഞ്ചിയവും പറഞ്ഞു. നസീം പേരാമ്പ്ര, മുഹമ്മദ് ഷാഫി വേളം, റാഫി പയ്യോളി, ഹാഫിസ് വള്ളിക്കാട്, ഫൈസൽ തോലേരി, മുഹമ്മദ് സാബിഖ്, റാഷിദ് PV, മുജീബ് റഹ്മാൻ എന്നിവരാണ് വിതരണത്തിന് നേതൃത്വം നൽകിയത്. 5ാം ഘട്ട വിതരണോദ്ഘാടനം KMCC ബഹ്റൈൻ സംസ്ഥാന കൗൺസിൽ അംഗം MMS ഇബ്രാഹിം നിർവഹിച്ചു. KMCC കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി PK ഇസ്ഹാഖ്, ട്രഷറർ സുബൈർ പുളിയാവ്, ഓർഗനൈസിംഗ് സെക്രട്ടറി നസീം പേരാമ്പ്ര, സെക്രട്ടറിമാരായ മുനീർ ഒഞ്ചിയം, CM കുഞ്ഞബ്ദുള്ള മാസ്റ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രവാസി വെൽഫെയറിൻ്റെ ജനസേവന വിഭാഗമായ വെൽകെയർ റമദാൻ കനിവ് എന്ന പേരിൽ റമദാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രവാസി സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രവാസി വെൽഫെയർ ട്രഷറർ അനസ് കാഞ്ഞിരപ്പള്ളി ഡ്രൈ ഫ്രൂട്ട്സ് അടങ്ങിയ കിറ്റുകൾ വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മണപ്പുറത്തിന് നൽകിക്കൊണ്ട് റമദാൻ കനിവ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സമൂഹത്തിലെ ചെറിയ വരുമാനക്കാർക്കും സാധാരണ തൊഴിലാളികൾക്കും ആശ്വാസമാവുന്ന രീതിയിൽ വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും പാചകം ചെയ്ത് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ കിറ്റും നോമ്പ് തുറക്കാൻ ആവശ്യമായ ഇഫ്താർ കിറ്റുകളുമാണ് വെൽകെയർ റമദാൻ കനിവിലൂടെ വിതരണം ചെയ്തത്. വെൽകെയർ റമദാൻ കനിവ് പദ്ധതിയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും 39916500 അല്ലെങ്കിൽ 35976986 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറം അറിയിച്ചു. പ്രവാസി വെൽഫെയർ സെക്രട്ടറി ജോഷി ജോസഫ്, മൊയ്തു തിരുവള്ളൂർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അസ്ലം വേളം, അനിൽ ആറ്റിങ്ങൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.